അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഉലാസയുടെ 21ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വുളൂഇൻ്റെ സുന്നത്തിനെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വുളൂഇൻ്റെ 16ാമത്തെ സുന്നത്താണ്. അൽ ബനാത്തു ഫിൽ വജിഹി ബി അലാഹു വഫിൽ യദി വറിജ്ലി ബി അസ്വാബിഹുമാ വൈൻ സബ്ബ അലൈഹി ഐറുഹു. നാം മുഖം കഴുകണമെന്ന് പറഞ്ഞു. അത് വുളൂഇൻ്റെ 2ാമത്തെ ഫർളാണല്ലോ. അൽ ബദാഉ ഫിൽ വജിഹി ഫിൽ അലാഹു തുടങ്ങുക, ഫിൽ വജിഹി മുഖത്തിൻ്റെ, വി അഹ്ലാഹു മുകൾ ഭാഗത്തു നിന്ന്. അപ്പോൾ മുഖം കഴുകണം, അത് നിർബന്ധമാണ്. മുഖം കഴുകുമ്പോൾ തുടങ്ങേണ്ടത് മുകൾ ഭാഗത്ത് നിന്നാണ്. അതുപോലെ വഫിൽ യദി വറിജ്ലി ഫി അസ്വാബിഹുമാ, കൈകാലുകൾ കഴുകുന്ന സമയത്ത് അതിൻ്റെ വിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. കൈ കഴുകുന്ന സമയത്ത് അതിൻ്റെ വിരലിൽ നിന്ന് തുടങ്ങണം. കാൽ കഴുകുന്ന സമയത്ത് വിരലിൽ നിന്നും തുടങ്ങണം. അതുകൊണ്ട് അത് രണ്ടും കഴുകൽ നിർബന്ധമാണ്. വൈൻ സബ്ബ അലൈഹി ഐറുഹു, മറ്റൊരാൾ ചിരിച്ചു തരികയാണെങ്കിൽ കൈകളിലും കാലുകളിലും വിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. ഇനി 17ാമത്തേത് അഹദുൽ മായി ഇലാ വജിഹി ബി കഫൈഹി മാൻ. അഹദിൽ മായി വെള്ളത്തിനെ പിടിക്കുക, ഇലാ വജിഹി അവൻ്റെ മുഖത്തിലേക്ക്, ബി കഫൈഹി മാൻ അവൻ്റെ 2 കൈകൊണ്ടുകൂടി വെള്ളത്തിനെ പിടിക്കണം. ഒരു കൈകൊണ്ട് മാത്രമല്ല കോരേണ്ടത്, 2 കൈകൊണ്ടും കൂടി വെള്ളം കോരുക. ഔലിൽ നിന്നാണെങ്കിലും പൈപ്പിൽ നിന്നാണെങ്കിലും 2 കൈകൊണ്ട് കൂടി കോരുക. അത് സുന്നത്താണ്. ഇനി അടുത്ത സുന്നത്ത് നോക്കാം. 18ാമത്തെ സുന്നത്ത് അസബ്ബു അലാ റിജ്ലൈഹി ബി യമീനിഹി വദൽകഹുമാ ബി യസാരിഹി. നാം കാലിലേക്ക് വെള്ളം ചെരിക്കുന്ന സമയത്ത് അസബ്ബു അലാ റിജ്ലൈഹി അവൻ്റെ 2 കാലിലേക്കും വെള്ളം ചെരിക്കുക, ബി യമീനിഹി അവൻ്റെ വലത് കൈകൊണ്ട്, വദൽകുഹുമാ 2 കാലിലെയും തേച്ച് കഴുകുക. അവൻ്റെ ഇടത് കൈകൊണ്ട് വലത് കൈകൊണ്ട് ചെരിക്കുകയും ഇടത് കൈകൊണ്ട് തേച്ച് കഴുകുകയുമാണ് ചെയ്യേണ്ടത്. ഇനി 19ാമത്തെ സുന്നത്ത് നോക്കാം. വലാ യുതറഫു മിൻഹു അൻ യമീനിഹി വമാ യുസബ്ബു മിൻഹു അൻ യസാരി. ഇനി നാം വുളൂ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ചെരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കോരിയെടുക്കുകയായിരിക്കും. ഹൗളു പോലത്തതിൽ നിന്നാണ് വുളൂ ചെയ്യുന്നത് എങ്കിൽ അവിടെ നാം കോരിയെടുക്കാറുള്ളത്. അതേ പ്രകാരം തന്നെ ചെറിയ പാത്രം പോലത്തതിൽ നിന്നാണ് നാം വുളൂ ചെയ്യുന്നത് എങ്കിൽ അവിടെ ചെരിക്കലുമാണല്ലോ ഉള്ളത്. വലൗമാ യുതറഫു മിൻഹു യമീനിഹി, കോരിയെടുക്കുന്നതായ വുളൂവിനെ വെക്കുക അവൻ്റെ വലതു ഭാഗത്ത്. വമാ യുസബ്ബു മിൻ യസാരി, ചെരിക്കുന്നതാണെങ്കിൽ അത് ഇടതു ഭാഗത്തുമാണ് വെക്കേണ്ടത്. അപ്പോൾ വുളൂ ചെയ്യുന്ന സമയത്ത് ഔലിൽ നിന്നൊക്കെയാണ് വുളൂ എടുക്കുന്നതെങ്കിൽ കുറച്ച് ഇടതു ഭാഗത്തേക്ക് തെറ്റി നിൽക്കുക. ഇടതു ഭാഗത്തായിട്ടാണല്ലോ നമ്മൾ കോരിയെടുക്കേണ്ടത്. അതുപോലെ പൈപ്പിൽ നിന്നാണെങ്കിൽ ചൊരിക്കാനാണല്ലോ വലതു ഭാഗത്തേക്കും. അപ്പോൾ ഇടതു ഭാഗത്തായി വരിക്കുകയും ചെയ്യും. കോരിയെടുക്കുന്നതായ വെള്ളത്തിനെ വലതു ഭാഗത്ത് വെക്കുക. ഹൗലിനെ വെക്കലുമാണല്ലോ. ഹൗല് അവിടെ ആദ്യമേ ഉള്ളതായതുകൊണ്ട് അതിനെ നീക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലേശം ശ്രദ്ധിച്ചു നിൽക്കേണ്ടതാണ്. ഇനി 20ാമത്തെ സുന്നത്ത് നോക്കാം. തഹദുമാ യുഹാഫു ഇഹ്ബാലുഹു കമൂക്കി വലിഹാലിൻ ഫയതഅഖബുഹുമാ ബിശിഫൈ സബാബതൈഹി കാഫിബി വമൗലിഹി ആനം. അശ്രദ്ധ പേടിക്കപ്പെടുന്നതായ സ്ഥലങ്ങൾ ഉണ്ട്, അവിടെ നല്ലോണം സൂക്ഷിക്കുക. ചിലപ്പോൾ അശ്രദ്ധ ആയി പോവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നല്ലോണം സൂക്ഷിക്കുക. അത് സുന്നത്താണ്. കമുക്കി എന്ന് പറഞ്ഞാൽ പീളക്കുഴി, അതായത് കണ്ണിൻ്റെ മൂക്കിനോടടുത്ത ഭാഗം, ആ ഭാഗത്ത് ചെറിയൊരു കുഴി ഉണ്ടാവുമല്ലോ, അതാണ്. ലിഹാലി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മറ്റേ ഭാഗത്തേക്ക് ഒരു കോണും ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം, കഴുകണം. ഫയത്ത അഹദഹുമാ ബിശഫൈ സബാബതൈഹി, അവൻ്റെ ചൂണ്ടുവിരലിൻ്റെ ഭാഗം കൊണ്ട് അത് നല്ലോണം സൂക്ഷിക്കുക. അതുപോലെ തന്നെ വകാബിബി, അശ്രദ്ധ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മടമ്പ്, അത് നല്ലോണം ശ്രദ്ധിക്കണം. വ മൗലിഹി
ഹാത്തമി. അതുപോലെ മോതിരത്തിൻ്റെ സ്ഥലം. മോതിരം വിരലിൽ ടൈറ്റായിട്ടാണെങ്കിൽ അതൊരു പക്ഷേ വെള്ളം ചേരാതിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. മടമ്പ്, അത് പ്രത്യേകം ഹദീസിലൊക്കെ കാണാം. മടമ്പുകൾക്കാണ് നരകം. മടമ്പ് സൂക്ഷിക്കാതെ വുളൂ ചെയ്യുന്ന ആളുകൾക്കാണ് വെയിന്നെ നരകം എന്നൊക്കെ ഹദീസിൽ ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല കാമിലായ നിലക്ക് അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.